ഗൈസ് ഇതാണ് നമ്മുടെ പാസ് പറഞ്ഞത്. അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ. ഇതെന്താ സംഭവം? ഘോഷയാത്ര പ്രഹസനമാണ്. അങ്ങോട്ടേക്ക് എന്താ പറയാനുള്ളത്? ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഭിജിത്ത് ബ്ലോഗ്. അപ്പൊ ഇന്ന് കുറച്ച് അത്യാവശ്യം കാര്യമായിട്ട് പരിപാടികളുണ്ട്. അപ്പം ഇന്ന് ലക്ഷ്യയില് ഓണപരിപാടി, നാളെയാണ് ഓണപരിപാടി. അപ്പൊ ഇന്ന് തലേ ദിവസമായിട്ട് അത്തപ്പൂക്കളം മത്സരം, പിന്നെ അല്ലാണ്ട് കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അപ്പം അതെല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരും. ഓക്കെ ഗൈസ്, ലക്ഷ്യയിലെത്തി ഞാൻ ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം. കുറെ സമയം എടുക്കും. ഇവിടെ ഇങ്ങനെ പരിപാടിയോ? സാറൊക്കെ വിടാം. സാറ് അവർക്ക് 12 മണി കഴിഞ്ഞിട്ടാണ്. 12 മണിക്ക് ശേഷമാണ് അവർക്ക് വരണം. ആദർശം ക്ലാസ് കിട്ടിയോ? ആദർശം രാത്രി പോയി ഒറ്റ മൈൻഡ്. പാസ് കിട്ടിയോ? ഞാൻ വിചാരിച്ചു കിട്ടും. അർത്ഥം എന്ത് പറഞ്ഞു? സാറുണ്ടായിരുന്നല്ലേ? സാറ് അവര് ഇപ്പൊ അവര് പുറത്തോട്ടൊന്നും സാറ് എന്താ അറിഞ്ഞൂടാ. ഇന്ന് പരിപാടികൾ എങ്ങനെയാണ്? അതായത് ഓണത്തിന് തലേ ദിവസമായിട്ട്, അതായത് നാളെയാണ് ഓണപരിപാടി പുള്ളി നടക്കണത്. അപ്പൊ അതിന്റെ തലേ ദിവസമായിട്ട് അപ്പം ഇടുന്ന പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടി. അപ്പൊ ഇന്ന് രാത്രി വരെ എന്തായാലും അവിടെ ഇടാനായിട്ടാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുക്കാം. മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കാം. പുള്ളി കിട്ടുമെന്ന് എനിക്ക് അറിയാം. മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, പാസ് കൊടുത്ത് തുടങ്ങി തോന്നുന്നു. എന്തായാലും നോക്കട്ടെ. പാസ് പാസ് കിട്ടിയാ നിങ്ങൾക്ക്? നിങ്ങൾ ഏത് വെച്ച്? ഏത് ഫസ്റ്റ് വെച്ചതാ? ഇവിടെ മേളിൽ ഈ തൊട്ട് മേലുള്ള ക്ലാസ്. ഓക്കെ, ഓരോരുത്തരും അവിടെ പാസ് കിട്ടി. പാസ് ഞാൻ കണ്ടു, പിങ്ക് കളർ. ഓരോരുത്തരും ഡാൻസ് പ്രാക്ടീസ് എങ്ങനെയുണ്ടെന്ന് ഡാൻസ് പ്രാക്ടീസ് നോക്കിയോ? ലേഡീസ് ഇനി മേളിലോട്ട് പോയി നോക്കാം. മേളിലോട്ടുള്ള പരിപാടി എങ്ങനെയാണ് പോയി കണ്ടു നോക്കട്ടെ. മേളിലോട്ടുള്ള പരിപാടി കണ്ടു നോക്കട്ടെ. ഓക്കെ, മേളില് ജൂനിയർ ബാച്ചസ് ഉണ്ട്. ജൂനിയർ ബാച്ചസിന്റെ പരിപാടി കണ്ടു നോക്കട്ടെ. എന്നിട്ട് ഇവിടെ നിന്ന് പുതിയ ബിൽഡിംഗ് പോകണം. പുതിയ ബിൽഡിങ്ങില് ഉണ്ട്. ഇവിടെ പ്രാക്ടീസ് കാര്യം എന്താ ഇവിടെ പ്രാക്ടീസ്? ഇവരുടെ പുതിയ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് കിട്ടാൻ നോക്കുവാണ്. നിങ്ങളൊക്കെ ലൈക്ക് കൊടുക്കണം. പാവം കഷ്ടം യാചിക്കാണ് ലൈക്കിന് വേണ്ടിയിട്ട്. മതി, ഞാൻ ചെയ്തോളാം. ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. സാറപ്പം വരും. ഇപ്പൊ വരും. അവര് ചെയ്തു മാം. എന്തോ വാങ്ങാൻ വേണ്ടി പോയാണ്. ഓക്കെ, പരിപാടികൾ ഓരോന്ന് ഓരോ സ്ഥലത്ത് ഓരോ വീട്ടിൽ നടക്കുന്നു.
പറയൂ സാർ, പറയൂ സാർ. ഓണപരിപാടി ഏതൊരു എത്തി ജസ്റ്റ് ഒന്ന് പറയൂ. സാർ ഓണത്തിന് കാണും, കല്യാണത്തിന് പോകും. വ്ലോഗിൽ വരും, ഫുള്ള് വരും. സസ്പെൻസ് ഞാൻ എല്ലായിടത്തും കാണിച്ചു തരാം ഗൈസ്, എല്ലാം കാണിച്ചു. ഗൈസ് ഇതാണ് നമ്മുടെ പാസ് പറഞ്ഞത്, ഇതാണ് നമ്മുടെ പാസ്. അപ്പൊ നാളെ വരുന്നവർക്ക് എല്ലാവർക്കും ഈ പാസ് വേണം. ഓക്കെ, നാളെ ഈ പാസ് ആയിരിക്കും കാണിച്ചു തരാം ഗൈസ്. അപ്പൊ നമ്മുടെ പരിപാടിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഇപ്പൊ ആകർഷണം പറഞ്ഞു. നമ്മൾ ഈ തവണത്തെ ഓണം എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ ബ്രാഞ്ചുകളിലും തമ്മിൽ അടിപൊളി ഒരു കോമ്പറ്റീഷൻ നടത്തും. അപ്പൊ നമ്മള് ഏറ്റവും അടിപൊളിയായിട്ട് ഈ തവണ നമ്മൾ ട്രിവാൻഡ്രം നടത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമ്മൾ നാളെ അതാണ് നമ്മൾ നാളെ അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ. വെറൈറ്റി ട്രിവാൻഡ്രം ഇതുവരെ കാണാത്ത ലെവലുള്ള ഒരു ഓണമായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക. പരിപാടി പൊളിക്കും എന്നൊക്കെയാണ് പറയണം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കിടക്കും. ഇനി ഇപ്പൊ അപ്പുറത്ത് അത്തപ്പൂക്കളും കുറച്ച് പരിപാടി ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോകാം. നമ്മൾ അപ്പുറത്ത് അടുത്ത ബിൽഡിംഗ് വന്ന് ഇപ്പൊ കുറച്ചധികം 3 ബിൽഡിംഗ് ഉണ്ട് മൊത്തം. അപ്പൊ ഇത് രണ്ടാമത്തെ ബിൽഡിംഗ്, മെയിൻ ബിൽഡിംഗ്. അതായത് ഓൾറെഡി നമ്മളിപ്പോ ഞാൻ വീഡിയോ എടുക്കാം, അതാണ് മെയിൻ ബിൽഡിംഗ്. പക്ഷെ ഇപ്പം ഇതാക്കി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബിൽഡിംഗ്. അപ്പം അവിടെ ജൂനിയർ പിള്ളേഴ്സ് അത്തവണ പരിപാടി കുറച്ച് വരും. അപ്പൊ നമ്മൾ അത് കാണിച്ചു തരാം. ശശി മാം എന്താ പറയാനുള്ളത്? ഇവിടെ എന്താ സെറ്റ്? നമുക്ക് അവിടെ ഒന്നുമില്ല, ലിഫ്റ്റ് ഇല്ല. ലിഫ്റ്റ് പോട്ടെ, ഇല്ല. മേളുണ്ടോ? ഇതേതാ ബാച്ച്? നിങ്ങളിപ്പോ മാച്ചാണോ? ഇപ്പൊ മാച്ച് ജൂണിലോ? ഇവിടെ ടി വി ഉണ്ട്. എങ്ങനെ ഫൗണ്ടേഷൻ? ഇവിടെ ഫൗണ്ടേഷൻ കഴിഞ്ഞല്ലോ, അല്ലാണ്ടോ? എല്ലാം പുതിയ പിള്ളേർ ഗൈസ്, എല്ലാം പുതിയ പിള്ളേർ. എനിക്ക് അറിഞ്ഞൂടെ ആരൊക്കെയാണുള്ളത്. നമുക്ക് ഓൾറെഡി ഉള്ള പിള്ളേരാണെങ്കിൽ ഉള്ളായിരുന്നു. അടുത്ത് ഇവിടെ എന്താ ഡാൻസ് പ്രോഗ്രാം? ഡാൻസ് ഉണ്ടോ? ഏത് ബാച്ച്? ജൂൺ. ഏത്? CA ഫൗണ്ടേഷൻ. ഓക്കെ, കളിച്ചോ. ഇവിടുത്തെ ലൈറ്റ് ഉണ്ടോ? എടാ ഇവിടെ ലൈറ്റ് ഉണ്ടോ? പരിപാടി എങ്ങനെ നോക്കിട്ട് വരാം. മെയിൻ സ്റ്റേജിൽ വരുമ്പോ എങ്ങനെ വരുമെന്ന് കാണാം. പ്രാക്ടീസ് അങ്ങനെ പ്രാക്ടീസ് അങ്ങനെ അവിടെ നടക്കുക. ഇനി വേറെ ക്ലാസ് പോകുന്നു. ഈ 3 ക്ലാസ്സേ ഉള്ളൂ. മേലെ വേറെ മേലെ സിനിമ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എവിടെ അല്ല നീ കയറി ഏതിന്? കട്ടിയല്ല ഏതിനറിയ? ബികോം വിത്ത് സി. അത് എപ്പോഴും തീരെ 3 വർഷം ബികോം. നിങ്ങളുടെ ക്ലാസ് ഏത് ബാച്ച്? ബാച്ചിൽ തന്നെ സെറ്റ് ഇവിടെ വരാം. അപ്പൊ നാളെ കാണുമല്ലോ. എന്റെ കൂടെ പഠിച്ച് എന്റെ കൂടെ +2 പഠിച്ച് എനിക്ക് അറിഞ്ഞൂടെ ചെറുക്കെ ഇവിടെ ഉണ്ട്.
മോട്ടോ കമ്മിറ്റഡ്. ഇത് കൃഷ്ണ രാജ് കൃഷ്. ഇത് അഭയ്. പ്ലസ് ടു കഴിഞ്ഞ് വന്നേ? പ്ലസ് ടു കഴിഞ്ഞ് വന്നേ? ഇത് അഭയ്. പിന്നെ ഇത് അൽഫി. അൽഫി അല്ല അൽഫിയ. അൽഫിയ ഉണ്ടല്ല. ഇത് അച്ഛമ്മ. ഉണ്ടല്ലോ വീട്. ഞങ്ങളാണ്. ഇത് അച്ഛൻ. ഉണ്ടല്ലോ എവിടെ പഠിച്ചു? അസ്മി. ബ്ലോഗാണ്. ആമിനിയുടെ കൂടെ ഹിമാനിയുടെ കൂടെ ഹിമാനിയുടെ വെച്ചാ. ഓ പക്ഷേ ഏത് ക്ലാസ് ഏത് ക്ലാസ് ഏത് നമ്മൾ അടുത്ത കറക്റ്റായിട്ട് എന്നാണ് ഇവിടെ ലക്ഷ്യം തന്നത്. തീർച്ചയായിട്ടും ലക്ഷ്യം തന്നത് അടുത്ത കറക്റ്റായിട്ടൊക്കെ ഇരുന്നേ നോക്കാൻ. നിങ്ങളുടെ ഈ ഇത്രയാണ് ഫണ്ട് കുറച്ച് ഷോർട്ട് ആയതുകൊണ്ട് വർദ്ധത്തിന്റെ സൈസ് കുറവ്. ഫണ്ട് സീനില്ല. നിങ്ങൾ ഏത് ബാച്ച്? ഏത് ബാച്ച്? ഇപ്പൊ വന്ന ബാച്ചാണ് ജൂൺ ബാച്ച്. ഒരപ്പം സീനിയർ പണം പഠിച്ചു കൂട്ട് വരുമ്പോ അറിയാം. കളറിടാം പൊടിയിടാം. അപ്പൊക്കെ എക്സാം ആണ്. അതാണ് പിന്നെ ഈ പരിപാടി ഒന്നും നടക്കില്ല. ഞാൻ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഏത് ബാച്ചാണോ? മൈക്ക് ഓണാക്കില്ല. മൈക്ക് ഓണാക്കാൻ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് എന്തായാലും പരിപാടിയായിട്ട് ഇതായിട്ട് ഓരോ ബാച്ച് ആയിട്ട് നടക്കും. എടാ മൈക്ക് ഓൺ അല്ലായിരുന്നു. അല്ല എന്നാലും പാട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലും പാട്ടിട്ടിരിക്കായിരുന്നു കോപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതാ പറ്റുമോ? അല്ലാണ്ട് ഇടാനേ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇവര് പൂവിട്ട് തുടങ്ങും. പകുതിയാവും. പൂവിട്ട് പകുതി ആവുമ്പോഴത്തേക്ക് വരണം. എന്നിട്ട് നോക്കണം ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ താഴോട്ടേക്ക് പോവാം. ഇവിടെ ഒരു രക്ഷയില്ല. നൈസ് വൈബ് എന്ന് വെച്ചാൽ നൈസ് വൈബ്. ഒരുമിച്ച് സംസാരിക്കാനും അല്ലാണ്ട് നിൽക്കാനൊക്കെ കിടില വൈബുള്ള സ്ഥലം. നിങ്ങൾ ഏത് വെച്ചോളാം? നിങ്ങൾ അത്തമില്ലേ? ഓ ആ ക്ലാസ്. നിങ്ങളുടെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? പ്രോഗ്രാം ക്ലാസ് വൈസ് പ്രോഗ്രാം ഇന്നല്ല നാളത്തേക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഏതാ? ഡാൻസ് ഡാൻസ് ഇവിടെ ഇത് ഏത് ബാച്ച്? ആ ഏതോ പ്രോഗ്രാം. ഞാൻ പരിപാടി ഒന്നും കൊണ്ടെടുത്ത് കാണിക്കണില്ല. അത് ലാസ്റ്റ് നാളെ എന്തായാലും കാണാം. അപ്പം അങ്ങനെ കാണാം. ഇതേത് ബാച്ച് നോക്കിയാലോ? ഇതേതാണോ ബാച്ച് നിങ്ങടാ? എ സി ഏത് ബാച്ചോ? ബികോം വിത്ത് എ സി നോർമൽ. വരച്ചു കഴിഞ്ഞു? ഡിസൈൻ വരച്ചു കഴിഞ്ഞു? വരച്ചോ 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 കുഴപ്പമില്ല. വരച്ചോ വരച്ചോ. എന്താ നിങ്ങളെ ഡിസൈൻ? എന്തോ ഡിസൈൻ അല്ലാണ്ട് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എക്സാം ഏതെങ്കിലും എഴുതിയായിരുന്നോ? എക്സാം ഏത് പേപ്പറാ ക്ലാസ് കിടക്കുന്നത്? വരുമ്പോഴത്തെ പോലെ ആവുമല്ലേ? ടൈം വല്ലോ ഉണ്ടോ നിങ്ങൾക്ക്? അത്തം എത്ര ടൈം ഇടണം? എത്ര മണി വരാം? 3:30 വരാം. ഓക്കെ ഓക്കെ.
ഇവിടെ വൺ സെറ്റപ്പ് ഇവിടെ നമുക്ക് അവിടെ ഒന്നുമില്ല. ഇവിടെ ക്ലാസ് ഉണ്ടോ? ക്ലാസ്സാ പ്രാക്ടീസോ? വീഡിയോ എടുക്കാം. കഴിഞ്ഞ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കളിച്ചോ. വെച്ചോ ഓക്കെ നടക്കട്ടെ പ്രാക്ടീസ്. ഇങ്ങനെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബാച്ചസിന്റെയും അത്തത്തിന്റെ വീഡിയോസ് നമ്മളെടുത്ത് ഇനി ഫൈനല് ഏതത്തം ഫൈനൽ ഇട്ട് വരുമ്പോ എങ്ങനെ ഇരിക്കും കാണാം. നോക്കാം. ഓക്കെ, അതായിരിക്കും ഇനി നടക്കാൻ പോണം. ഫൈനൽ നോക്കാം. ഓർമ്മയുണ്ടാ? എന്നെ മറ്റേ സ്റ്റാർട്ടിംഗ് വിത്തൗട്ട് ഐ സി അതോ നോർമലാണോ? നാളെ കാണൂലേ? ഇല്ല, കല്യാണം മാരേജിന് പോവോ? ഇല്ല. ബാക്കി 3:30. ഇവിടെ 3:30-ക്കല്ലേ? 3:30-ക്കല്ലേ നോക്കാൻ വരുന്നത്? അറിയില്ലല്ലേ? 3:30-ക്കാണല്ലേ? ഓ, 3:30 ആകുമ്പോ വരാൻ കഴിയും. എന്റെ വണ്ടി നല്ല വ്യൂ ഉണ്ടോ? ഹൈദരാബാദ് ബാംഗ്ലൂർ നമുക്ക് ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് കഴിക്കാൻ. ഇതും ലക്ഷ്യയുടെ ആൾക്കാരാണ്. ഇതും ലക്ഷ്യ, അത് 2 ബിൽഡിംഗ് ഉണ്ട്. ഇത് ലക്ഷ്യയുടെ അപ്പുറത്ത്. ഇതെന്താ സംഭവം? മൂസാക്ക, ഇതെന്താ സംഭവം? എന്താണ്? ഒരു ഘോഷയാത്ര പ്രഹസനമാണ്. അങ്ങോട്ടേക്ക് നേരിട്ട് നോക്കൂ, അങ്ങോട്ടേക്ക് ആ മാളികയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ പോവാ. നീ വരുന്നുണ്ടോ? എന്നാ വാ. ഇവരെയൊക്കെ ഘോഷയാത്ര വീഡിയോ ഇട്ട് എടുത്തോ. എന്റെ യൂട്യൂബ് ചാനൽ വഴിയും പോട്ടെ. അത് അല്ല, ഓണാണ്. ഇതേതാ ബാച്ച്? ഇതേതാ ബാച്ച്? ഇത് CS എല്ലാ ബാച്ചും. എല്ലാ ബാച്ചും പിള്ളേരെ കൂടി എടാ വീഡിയോഗ്രാഫി വണ്ടിയുടെ അപ്പുറത്തോ? വണ്ടിയുടെ അപ്പുറത്തൊന്നും കാണാം. ആവേലിയെ കൃഷ്ണന് എനിക്കിവിടെ കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല. ബന്ധോ വന്നു. എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പം ഇവര് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? എല്ലാ ക്ലാസ്സിലും എല്ലാ അത്തപ്പൂരിലും മാവേലി പോണ പോലെ പോകുന്നു. ഇല്ല കൂളിംഗ് ഗ്ലാസ്. ഗായ്സ്, ഇത് സംഭവം ഓണത്തിന് ഓണപരിപാടിക്ക് തലേ ദിവസമുള്ള പരിപാടികളാണ്. ഇങ്ങനെയാണ് പറഞ്ഞ ഈ കൃഷ്ണനാണ്. ചിരിച്ചടിച്ചു വേണോ? അയ്യോ, യാതാണ്ട അതുവരെ മതി കേട്ടാ. ഇതുവരെ മതി. എടാ, നിങ്ങൾ ഇനി ഇതായിട്ട് നിൽക്കണ്ടേ? ഇല്ല മൂസാക്ക ഇവിടെ ഒരു സെൽഫി എടുത്തോട്ടെ. ഗായ്സ്, അങ്ങനെ മാവേലിയുടെ കൂടെ നിൽക്കുകയാണ്. ഗായ്സ്, ഇതിനപ്പുറത്തോട്ട് പോവാ. അയ്യോ, എന്തൊക്കെ കാണിച്ചു വിടണമെന്ന്